മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മിഷൻ 110 ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 110 സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3 മേഖലാ ജാഥകൾ നടത്താനും LDF ഒരുങ്ങുന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരായിരിക്കും ജാഥ ക്യാപ്റ്റന്മാർ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ഡി ബിനോയ്, എന്തായാലും ഇടത് ജനാധിപത്യ മുന്നണിയുടെ മിഷൻ 110 യോഗത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 110 സീറ്റുകൾ ലക്ഷ്യമിട്ട് തങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്നു എന്നുകൂടി എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 110 സീറ്റുകളാണ് നിയമസഭാ സീറ്റുകൾ അവർ ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് മുന്നണി യോഗത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3 മേഖലാ ജാഥകൾ നടത്താനും LDF ഒരുങ്ങുന്നുണ്ട്. അതിൽ MP ഗോവിന്ദൻ മാസ്റ്റർ, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരായിരിക്കും ജാഥയുടെ ക്യാപ്റ്റന്മാർ. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഡി ബിനോയ് ആണ്. ഡി ബിനോയ്, എന്തായാലും മിഷൻ 110 ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ തലവന്മാരെയും ക്യാപ്റ്റന്മാരെയും മുഖ്യമന്ത്രി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ബിനോയ് വിവരങ്ങൾ? മൂന്നാം പ്രാവശ്യവും തുടർഭരണം ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയുടെ അടുത്ത നയരേഖയാണ് ഇന്ന് മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ പ്രഖ്യാപിച്ചത്. 110 സീറ്റ് അതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ തുടങ്ങാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് 3 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം ബിനോയ് വിശ്വം, ജോസ് കെ മാണി, അതായത് പാർട്ടിയിലെ മുതിർന്ന 3 ഘടകകക്ഷി നേതാക്കന്മാരെയാണ് ഈ മേഖലാ ജാഥകളുടെ ചുമതലക്കാരായി നിയോഗിച്ചിട്ടുള്ളത്. തെക്കൻ, വടക്കൻ, മദ്യം ഇങ്ങനെ 3 മേഖലകളായി തിരിച്ചുകൊണ്ടായിരിക്കും ജാഥകൾ നടത്തുക. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലാണ് കഴിഞ്ഞ സമയത്ത്, അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്തും ഒപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തും വലിയ തരത്തിൽ LDFന് വോട്ട് കുറഞ്ഞത്. അതായത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം വലിയ തരത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ചുമതല കൂടി ഏറ്റെടുത്തുകൊണ്ട് ജോസ് കെ മാണി തന്നെ ആയിരിക്കും മധ്യ കേരളത്തിലെ ജാഥ നയിക്കുക. മറ്റത് MP ഗോവിന്ദൻ മാസ്റ്ററും ഒപ്പം തന്നെ ബിനോയ് വിശ്വവും മറ്റു 2 ജാഥകൾ കൂടി നയിക്കും. ഫെബ്രുവരി 1 തുടങ്ങി 16 സമാപിക്കത്തക്ക രീതിയിലാണ് ജാഥകളുടെ ക്രമീകരണം. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ആയിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ നയരേഖ അവതരിപ്പിച്ചത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ടാർഗറ്റ് 100 ആയിരുന്നെങ്കിൽ ഇത്തവണ 110 സീറ്റുകളിൽ വിജയം ഉറപ്പ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിലും മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ 100 സീറ്റ് ഉറപ്പ് എന്നുള്ളത് ആയിരുന്നു മന്ത്രിമാരുടെ അഭിപ്രായം. ഒപ്പം തന്നെ അതിന് ഉപരിയായി ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ കൂടി നൽകിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 110 എന്ന ടാർഗറ്റ്, അതായത് ലക്ഷ്യം 110 എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 110 സീറ്റ് പിടിക്കുക, അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നൊരു നിർദ്ദേശം ആണ് മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ നൽകിയിട്ടുള്ളത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ജയസാധ്യതകൾ എന്നിവയെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്താനും നിർദ്ദേശമുണ്ട്. അതായത് എല്ലാ മുന്നണികളിലെ എല്ലാ പാർട്ടികളും ഘടകകക്ഷികളും തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതകൾ കൂടി പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. നിലവിലെ സാഹചര്യത്തിൽ മേഖലാ ജാഥകൾക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഫെബ്രുവരി അവസാന വാരത്തോടുകൂടി തന്നെ ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും എന്ന് ഇതിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്ത് തന്നെ ഇടതുമുന്നണി കൺവീനർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പരാമർശങ്ങൾ, പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് മുതിർന്ന CPIM നേതാവ് AK ബാലൻ നടത്തിയ പ്രസ്താവനകൾ വലിയ തരത്തിൽ ചർച്ചയായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇടതുമുന്നണി യോഗത്തിൽ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ ഒരു ആക്ഷൻ പ്ലാൻ, അത് നടപ്പിലാക്കേണ്ട രീതി എങ്ങനെയായിരിക്കണം, അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന കാര്യത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അത് ഘടകകക്ഷി നേതാക്കളും അംഗീകരിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ MLA മാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളെല്ലാം തന്നെ അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞ് വ്യക്തമാക്കി മനസ്സിലാക്കി നൽകണം.
ഒപ്പം പരമാവധി ദിവസങ്ങളും MLA-മാരും മന്ത്രിമാരും ഒപ്പം തന്നെ MP-മാർ ഉൾപ്പെടെയുള്ളവർ അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുടങ്ങിവെച്ച പദ്ധതികൾ ഏതെങ്കിലും പൂർത്തിയാക്കാനുണ്ടെങ്കിൽ ആ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കണം. അതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് അതത് വകുപ്പുകളുമായി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇടതുമുന്നണി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ഒന്നൊന്നായി ചർച്ച ചെയ്തിരുന്നു. ഇന്ന് അല്പസമയത്തിൽ മുമ്പാണ് ഇത്തരത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത്. അതായത് 110 സീറ്റുകൾ പിടിച്ച് മൂന്നാം വട്ടവും അധികാരത്തിൽ വരിക, അതാണ് CPIM ഒപ്പം തന്നെ ഇടതുമുന്നണിയും ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രേണുക, അതുതന്നെയാണ് ബിനോയ്. എന്തായാലും ഇടത് ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ സർക്കാർ എന്തായാലും മൂന്നാം ഭരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മിഷൻ 110 ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 110 സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണമെന്നതാണ് മുഖ്യമന്ത്രി മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3 മേഖലാ ജാഥകൾ നടത്താനും LDF ഒരുങ്ങുന്നുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്റർ, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരായിരിക്കും ജാഥ ക്യാപ്റ്റന്മാർ എന്നുകൂടി മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 3 ജാഥകളാണ് നടത്താൻ പോകുന്നത്. ലക്ഷ്യം 110 മിഷൻ 110 എന്തായാലും കേരളത്തിൽ നടത്താൻ തന്നെയാണ് മുഖ്യമന്ത്രി ഉറപ്പിച്ചിരിക്കുന്നത്.